അന്നൊരു വൈകുന്നേരമായിരുന്നു. നഗരത്തിലെ സെൻട്രൽ ബാങ്ക് അടയ്ക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. ജോലിക്കാരൊക്കെ തിരക്ക് പിടിച്ച ജോലിയിലും. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ട്രിപ്പ് എന്ന പേരിൽ ഒരു യുവാവ് കടന്നു വരുന്നത്. അയാളുടെ കയ്യിൽ ഒരു പഴയ 100-ന്റെ നോട്ടുണ്ട്. 100-ന്റെ നോട്ട് മാറ്റി പല സംഖ്യയിലുള്ള കോയിൻസായി അയാൾക്ക് വേണമായിരുന്നു. അയാൾ അതിന് ടെല്ലറിനെ സമീപിച്ചു. കെയ്റ്റ്ലിനായിരുന്നു ട്രിപ്പിനെ അറ്റൻഡ് ചെയ്തത്. ട്രിപ്പിന്റെ പെരുമാറ്റവും മറ്റും കുറച്ച് വേർഡായിരുന്നെങ്കിലും നല്ലൊരു ടെല്ലറായ കെയ്റ്റ്ലിൻ അത് നന്നായി അറ്റൻഡ് ചെയ്യുകയാണ്. ആ സമയം ട്രിപ്പ് കെയ്റ്റ്ലിനോട് നിങ്ങളുടെ വിവാഹമായോ എന്ന് ചോദിച്ചു. സംഭവം എന്തെന്നാൽ അവളുടെ ഡെസ്കിന് പിന്നിലായി കുറേയധികം ഗിഫ്റ്റുകൾ നിരത്തിവെച്ചിരുന്നു. പ്രത്യേകിച്ചും കണ്ടാൽ വെഡ്ഡിംഗ് ഗിഫ്റ്റുകൾ എന്ന് തന്നെ തോന്നും. അതായിരുന്നു ട്രിപ്പ് അത്തരത്തിൽ ചോദ്യം ചോദിച്ചത്. അത് കേട്ടതും തൊട്ടടുത്തിരുന്ന ടെല്ലറായ മാഡ്ജാകട്ടെ പെട്ടെന്നൊരു വിചാരവുമില്ലാതെ പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞ അവളുടെ വിവാഹമാണ്. ബ്രൂണയിൽ വെച്ച വിവാഹം. ഒരു സമ്പന്നൻ അവളെ കിട്ടുന്നത്. ഇതേസമയം ബാങ്കിന് പുറത്ത് വളരെയധികം സ്കിൽഡായ 3 മോഷ്ടാക്കൾ എത്തിയിരുന്നു. ഗേറ്റ്, ഡേറൻ, വൈൻസ്റ്റീൻ എന്നാണ് അവരുടെ പേരുകൾ. ബാങ്കിനകത്ത് കടന്ന് ബാങ്കിലെ സേഫ് കുത്തി തുറന്ന് മോഷ്ടിക്കലാണ് അവരുടെ പദ്ധതി. കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനെ പോലെ വേഷം ധരിച്ച് അവർ റൂഫ് ടോപ്പ് വഴി ഇറങ്ങി അവിടുത്തെ അലാംസ് മുഴുവൻ ഓഫ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ പദ്ധതിയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് കൃത്യം ഇതേ സമയം തന്നെ മറ്റ് 2 മോഷ്ടാക്കൾ കൂടി ബാങ്കിനകത്തേക്ക് കടന്നു വന്നു. അത്രയൊന്നും പ്രൊഫഷണൽസ് അല്ലാത്ത, ടെക്നിക്കൽ സൈഡൊന്നും വശമില്ലാത്ത റൂഡായ 2 മോഷ്ടാക്കൾ. ബില്ലി എന്നും വൈറ്റ് എന്നുമായിരുന്നു അവരുടെ പേരുകൾ. അവർ വന്നതാകട്ടെ ATM കൊള്ളയടിക്കണം എന്ന ഉദ്ദേശവുമായിട്ടാണ്. ബാങ്കിനകത്തേക്ക് എത്തിയിരുന്ന 2 മോഷ്ടാക്കളുടെ സംഘവും മുഖാമുഖം വന്നു നിന്നു. ആ നിമിഷം അവിടെ വെടിപൊട്ടും എന്ന് ട്രിപ്പ് മുന്നിൽ കണ്ടിരുന്നു. ട്രിപ്പ് ഉടനടി ടെല്ലർ കെയ്റ്റ്ലിന്റെ ഡെസ്കിന്റെ പിന്നിലേക്ക് അവളെയും കൂട്ടി ചാടി മറിഞ്ഞിരുന്നു. അവിടെ ഒരു ഷൂട്ടൌട്ട് തന്നെ അരങ്ങേറി. കെയ്റ്റ്ലിനാണെങ്കിൽ പോലീസിനെയും മറ്റും വിവരമറിയിക്കാനോ അലാം സൗണ്ട് മുഴക്കാനോ ഒന്നും സാധിച്ചില്ല. നെറ്റ്വർക്കുകൾ മുഴുവൻ ഗേറ്റ് അതോടെ ഇല്ലാതാക്കിയിരുന്നല്ലോ. അധികം വൈകാതെ മറഞ്ഞിരുന്ന 2 മോഷ്ടാക്കളുടെ സംഘവും തമ്മിൽ വലിയ വാഗ്വാദം ആരംഭിച്ചു. ഗേറ്റ് ആകട്ടെ ഇതേ സമയം കമ്പ്യൂട്ടർ എക്സ്പെർട്ടായ മിച്ചിനെ ബന്ദിയാക്കി ബാങ്കിന്റെ എല്ലാ ഡോറുകളും അടപ്പിച്ചു. പിന്നാലെയായിരുന്നു അത് സംഭവിച്ചത്. ബാങ്കിലുണ്ടായിരുന്ന ഒരു കസ്റ്റമർ വെടിയേറ്റ് മരണപ്പെടുകയാണ്. ആരാണ് വെടിയുതിർത്തതെന്നോ എങ്ങനെയാണ് അയാൾ കൊല്ലപ്പെട്ടത് എന്ന് തന്നെ ആർക്കും മനസ്സിലാവുന്നുമുണ്ടായിരുന്നില്ല. പുറത്തേക്കുള്ള ഡോറുകൾ അടഞ്ഞതും ആ സംഭവത്തോടുകൂടി വീണ്ടും മോഷ്ടാക്കൾക്കിടയിൽ ഷൂട്ടൌട്ട് നടന്നു. ഇതിനിടയിൽ ട്രിപ്പ് അവിടുത്തെ ഫോൺ എടുത്ത് അതിലൂടെ ലൗഡ് സ്പീക്കറിലേക്ക് സംസാരിച്ച് ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഷൂട്ടൌട്ട് ഒന്ന് നിർത്തുമോ, വെടിയേറ്റ് വന്ന ആളെ താനൊന്ന് നോക്കിക്കോട്ടെ എന്ന തരത്തിൽ പറഞ്ഞു. മോഷ്ടാക്കൾ ഉടൻ വെടിവെക്കൽ നിർത്തി. ട്രിപ്പ് പുറത്തു വന്ന് വെടിയേറ്റ് വീണ വ്യക്തിയെ പരിശോധിച്ചു. അയാൾ അതിനോടകം മരണപ്പെട്ടിരുന്നു. ട്രിപ്പ് കാര്യം വിളിച്ചു പറഞ്ഞു. പിന്നാലെ അറിയിച്ചു, ഇവിടെയുള്ളവരുടെ ജീവൻ ബലി കൊടുക്കാതെ നിങ്ങൾ 2 ആളും വന്ന കാര്യം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തുകൂടെ? 2 കൂട്ടരും മോഷ്ടിക്കാനാണ് വന്നത്. ഒരാൾ സേഫും ഒരാൾ ATM-ഉം. അങ്ങനല്ലേ നിങ്ങൾ പറഞ്ഞതും? നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ജോലികൾ നോക്കിയാൽ പോരെ? ഈ ഡ്രാമയൊന്ന് അവസാനിപ്പിച്ചുകൂടെ? ഞങ്ങളുടെയൊക്കെ ജീവന് വിലയുള്ളതല്ലേ? അത് ശരിയാണല്ലോ എന്ന് മോഷ്ടാക്കളുടെ സംഘത്തിനും തോന്നി. അതോടെ 2 വഴിക്കായി പിരിഞ്ഞ് തങ്ങളുടെ ദൗത്യത്തിലേക്ക് കടക്കാൻ 2 സംഘം മോഷ്ടാക്കളും തീരുമാനിച്ചു. ഗേറ്റും സംഘവും സേഫ് കുത്തിത്തുറക്കാൻ പോയപ്പോൾ ബില്ലിയും വൈറ്റും ATM കുത്തിത്തുറക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. മറുവശത്ത് ഗേറ്റും സംഘവും ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സാധാരണക്കാരെയും അവരുടെ ഫോണും മറ്റ് സാധനങ്ങളും മേടിച്ച് ബന്ദിയാക്കി. ബാങ്കിന്റെ ഫ്രണ്ടിലെ ഗ്ലാസ് ഡോറിൽ ബാങ്കിന്റെ തന്നെ അകം സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഫോട്ടോയും തൂക്കി. പുറത്തുനിന്ന് നോക്കിയാൽ ബാങ്കിന്റെ അകം ശൂന്യമായിട്ടുള്ള പോലെ, ഒരു കുഴപ്പവും ഇല്ലാത്ത പോലെ അവർ ആക്കി തീർത്തു. പിന്നാലെ വൈൻസ്റ്റീൻ ബന്ദികൾക്കൊരു നിർദ്ദേശം കൊടുത്തു. അടുത്ത ദിവസം പുലർച്ചെ ബാങ്ക് തുറക്കുന്നവരെ നിങ്ങൾ ബന്ദികളായി ഈ റൂമിൽ തന്നെ തുടരേണ്ടി വരും. ആ സമയം കൊണ്ട് മോഷ്ടാക്കൾ മോഷണം പൂർത്തിയാക്കിയിരിക്കും. എല്ലാവർക്കും ഇപ്പോൾ ഫോൺ നൽകും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, വേണ്ടപ്പെട്ടവരെ ആരാണോ അവരെ വിളിച്ച് ഇന്ന് നിങ്ങൾക്ക് വർക്കുണ്ടെന്നോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഇന്ന് വീട്ടിലെത്തില്ല എന്ന് കൃത്യമായി അറിയിച്ചേക്കണം. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ എല്ലാവരെയും കൊന്നുകളയും. അങ്ങനെ എല്ലാവരും തന്നെ ഫോൺ കൊടുത്ത് അവരുടെ ഫാമിലിയിലേക്ക് വിളിച്ചു. കെയ്റ്റ്ലിനും തന്റെ ഫിയാൻസിയെ വിളിച്ച് താൻ തിരക്കിലാണ്, അതുകൊണ്ട് ഇനി നാളെയെ വിളിച്ചാൽ കിട്ടൂ എന്ന കാര്യം അറിയിച്ചു. അമ്മയ്ക്ക് സുഖമില്ലെന്നും അതുകൊണ്ട് നാളെയെ ബ്രൂണോയിലേക്ക് തിരിക്കൂ എന്നും അവൾ പറഞ്ഞിരുന്നു. ഫോൺ അങ്ങനെ ട്രിപ്പിന്റെ കയ്യിലെത്തി. ട്രിപ്പ് പറഞ്ഞു, എനിക്കാരെയും വിളിക്കാനില്ല, ഞാൻ ഒറ്റത്തടിയാണ്. അധികം വൈകാതെ മോഷ്ടാക്കൾ തങ്ങളുടെ മോഷണ ശ്രമം ആരംഭിച്ചിരുന്നു. ഡാരിയാൻ സേഫിന്റെ പുറംഭാഗം വെൽഡ് ചെയ്ത് തുറന്നു വെച്ചു. അടുത്തത് ഗേറ്റിന്റെ ഊഴമാണ്. ടെക്നോളജിയിൽ അവഗാഹമുള്ള അവൻ പ്രത്യേകമുള്ള ഡിവൈസ് ഒക്കെ ഉപയോഗിച്ച് ലോക്കർ തുറക്കണം. ഇതേസമയം ട്രിപ്പ് മരിച്ചു വീണ വ്യക്തിയുടെ പേഴ്സ് കൈക്കലാക്കിയിരുന്നു. അയാൾ ശരിക്കും ആരാണ് എന്നതിനെപ്പറ്റി ട്രിപ്പ് ചിന്തിക്കാൻ തുടങ്ങി. ആരായിരിക്കും അയാളെ വെടിവെച്ചതെന്നും. കാര്യം മോഷ്ടാക്കൾ ആവശ്യമില്ലെങ്കിൽ ബന്ദികളെ കൊല്ലാൻ നിൽക്കാറില്ല. മാത്രമല്ല അയാളുടെ പേഴ്സിൽ ബാങ്കുമായി ബന്ധപ്പെട്ട ATM കാർഡോ മറ്റ് രേഖകളോ ഒന്നുമില്ല. അങ്ങനെയുള്ള അയാൾ പിന്നെ എന്തിനായിരിക്കും ബാങ്കിനകത്ത് വന്നിരിക്കുക? കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കണം എന്ന് ട്രിപ്പിന് തോന്നി. മോഷ്ടാക്കളൊക്കെ അവരവരുടെ ഇടങ്ങളിലേക്ക് പോയതുകൊണ്ട് അവരെ പൂട്ടിയിട്ടിരുന്ന മുറിയുടെ സീലിംഗ് വഴി പുറത്തു കടക്കാൻ ട്രിപ്പ് ശ്രമം ആരംഭിച്ചു. ഇതേസമയം മറുവശത്ത് ബില്ലി
ബില്ലിയാകട്ടെ ATM സ്ഫോടനം നടത്തി പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവർ പ്രതീക്ഷിച്ചതിലും വലുതായി ആ സ്ഫോടനം സംഭവിച്ചിരുന്നു. ബന്ദികളാക്കി അടച്ചിരുന്നവരുടെ മുറിയുടെ ഗ്ലാസ് ഡോറുകൾ വരെ തകർക്കാൻ പാകത്തിന് പ്രഹരശേഷി ഉള്ളതായിരുന്നു ആ സ്ഫോടനം. സേഫ് തുറക്കാൻ ശ്രമത്തിലായിരുന്ന ഗേറ്റിന്റെ കമ്പ്യൂട്ടർ പോലും ആ സ്ഫോടനത്തിൽ സംഭവിച്ച ഷോർട്ട് സർക്യൂട്ട് കാരണം കംപ്ലൈന്റ് ആയി. ഇതേസമയം ട്രിപ്പാകട്ടെ സീലിംഗ് വഴി അടുത്ത മുറിയിലേക്ക് കടന്നിരുന്നു. ഗേറ്റ് കമ്പ്യൂട്ടർ ഒന്നുകൂടി ശരിയാക്കി പരിശോധിച്ചു. ഭാഗ്യവശാൽ കമ്പ്യൂട്ടർ വർക്കാകുന്നുണ്ടായിരുന്നു. പക്ഷേ സേഫ് ഓപ്പണിംഗ് പ്രോസസ് ഇനി 1 മുതൽ അവർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. ഏകദേശം 1 മണിക്കൂർ അതിന് സമയമെടുക്കും. ഗേറ്റിന് ബില്ലിയും വൈറ്റും തങ്ങളുടെ പ്രോസസ് സ്ലോ ആക്കുന്നതിൽ വല്ലാത്ത കലിപ്പ് തന്നെ തോന്നി. അവർക്കടുത്തേക്ക് ചെന്ന് അവരെ ഒന്ന് ഭയപ്പെടുത്താൻ തന്നെ ഗേറ്റും സംഘവും തീരുമാനിച്ചു. വൈറ്റിന്റെ ചെവിയിലേക്ക് അവർ വെടിയുണ്ട പായിച്ചു. നല്ല രീതിയിൽ അവരെ ഒന്ന് പേടിപ്പിക്കുകയും ചെയ്തു. ഡോറുകൾ തകർന്നതോടെ പുറത്തെത്തിയിരുന്ന ബന്ദികൾ ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. കാര്യം മനസ്സിലാക്കിയ ഗേറ്റ് അവരുടെ അവിടെ നിന്ന് മാറ്റി മാനേജറുടെ റൂമിൽ ബന്ധിച്ചു. എന്തിനേറെ പറയുന്നു, പുറത്തു കടന്ന ട്രിപ്പ് വരെ ഡാരിയന്റെ പിടിയിൽപ്പെട്ട് അതേ മുറിയിലേക്ക് തന്നെ വീണ്ടും എത്തി. അകത്തെത്തിയ ട്രിപ്പ് മോഷ്ടാക്കളുടെ ഈ പെരുമാറ്റത്തെ പറ്റിയും കാര്യങ്ങളുമൊക്കെ സൂക്ഷ്മമായി ഗൗനിച്ച് ചിന്തിച്ചോരോന്ന് കണ്ടെത്താനും പറയാനും തുടങ്ങി. അതിൽ ആദ്യമായി ട്രിപ്പ് പറഞ്ഞത് അവിടുത്തെ കമ്പ്യൂട്ടർ ടെക്കിയായി മിച്ചിന് ഈ മോഷണവുമായി ബന്ധമുണ്ടെന്നായിരുന്നു. മോഷ്ടാക്കൾ കടന്നു വന്നപ്പോൾ മിച്ചിന് കോൾ ചെയ്യാൻ അവസരമുണ്ടായിരുന്നു. കാരണം മിച്ചിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഫോണുണ്ട്. പക്ഷേ മിച്ച് അത് ചെയ്തില്ല. മാത്രമല്ല മിച്ചിന് ഭാര്യയെ വിളിക്കാൻ ഫോൺ കൊടുത്തപ്പോ മിച്ച് 10 നമ്പറിന് വെച്ചാണ് ഡയൽ ചെയ്ത് സംസാരിച്ചത്. താനത് ശ്രദ്ധിച്ചതുമാണ്. യഥാർത്ഥ ഫോൺ നമ്പറിൽ 11 അക്കങ്ങളുണ്ടാകും. ബാങ്കിന്റെ സെക്യൂരിറ്റി ഇൻഫോയെ പറ്റി കൂടുതൽ വിവരം അറിയുന്നതും മിച്ചിനാണ്. ബാങ്ക് ക്ലോസ് ആവുന്ന സമയത്ത് 10 മിനിറ്റ് ടോട്ടൽ ഷട്ട് ഡൗൺ ഉണ്ടാകും. ആ വിവരം മിച്ച് ഉറപ്പായും മോഷ്ടാക്കൾക്ക് കൈമാറിയിട്ടുണ്ട് എന്ന തന്റെ ഊഹം ട്രിപ്പ് വെളിപ്പെടുത്തി. തന്റെ കണ്ടെത്തൽ തെളിവുകളടക്കം ചേർത്തുവെച്ച് ട്രിപ്പ് പറഞ്ഞതോടെ മിച്ച് പ്രതിസന്ധിയിലായി. എല്ലാവരും മിച്ചിനെ ചോദ്യം ചെയ്തു. മിച്ചൊടുവിൽ കുറ്റസമ്മതം നടത്തി. ബാങ്കിംഗ് സിസ്റ്റങ്ങൾ റീബൂട്ടാകുന്ന 10 മിനിറ്റിനെ പറ്റി താൻ വിവരം കൈമാറിയിരുന്നു എന്ന കാര്യം മിച്ച് പറഞ്ഞു. പക്ഷേ അത് മേടിച്ചത് ആരാണ് എന്ന് തനിക്കറിയില്ലെന്നും മിച്ച് വെളിപ്പെടുത്തി. തനിക്ക് നല്ല രീതിയിൽ പണം കിട്ടിയതുകൊണ്ടാണ് താനത് ചെയ്തത് എന്നും മിച്ച് പറയുന്നുണ്ടായിരുന്നു. മറുവശത്ത് ഗേറ്റ് ടെക്നോളജി വെച്ച് സേഫ് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അധികം വൈകാതെ ഒരു കാര്യം വ്യക്തമായി. അതുകൊണ്ട് മാത്രം സേഫ് ഓപ്പൺ ആവില്ല. ആഴത്തിൽ ഡ്രില്ല് ചെയ്യേണ്ടുന്ന ഒരു ഭാഗവും അവിടെ ഉണ്ട്. അതങ്ങനെ ഡ്രില്ല് ചെയ്തെടുക്കാൻ ഏകദേശം 2 മണിക്കൂർ സമയമെടുത്തേക്കും. അത്രയും ആയതോടെ ഗേറ്റും കുറച്ച് ടെൻഷനിലായിരുന്ന വൈൻസ്റ്റീനും തമ്മിൽ വാക്കുതർക്കങ്ങൾ ആരംഭിച്ചു. സമയം നീണ്ടുപോവുകയാണ്. പക്ഷേ ഡാരിയൻ അതിലിടപെട്ടു. ഇരുവരെയും സമാധാനിപ്പിച്ചു നിർത്തി. നടക്കുന്ന കാര്യങ്ങളിൽ വൈൻസ്റ്റീൻ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ബാങ്കിലുള്ളത് പഴയ രീതിയിലുള്ള സേഫാണ്. മാത്രമല്ല പൊട്ടന്മാരായ 2 മോഷ്ടാക്കൾ വന്ന് തങ്ങളുടെ മോഷണത്തിന് തടസ്സവും ഉണ്ടാക്കുന്നു. ഇതേസമയം മറുവശത്ത് ബില്ലിയും വൈറ്റുമാകട്ടെ ATM പൊളിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയായിരുന്നു. മുമ്പവർ നടത്തിയ സ്ഫോടനം ATM പൊട്ടിക്കുന്നതിൽ അവർക്ക് ഫലം നൽകിയിരുന്നില്ല. ആ ATMന് 2 ലെയർ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ലെയർ മാത്രമേ സ്ഫോടനത്തിൽ ഓപ്പൺ ആയിട്ടുള്ളൂ. പിന്നാലെയാണ് ഗേറ്റ്സ് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങോട്ടേക്ക് എത്തിയ ഗേറ്റ്സ് ബില്ലിയും വൈറ്റുമായി സംസാരിക്കാൻ തുടങ്ങി. സംസാരത്തിൽ FBI ഏറ്റവും മികച്ച മോഷ്ടാക്കൾ ആരാണ്, അതും ബാങ്ക് മോഷ്ടാക്കൾ എന്നതിനെപ്പറ്റി അവർക്കിടയിൽ ഒരു ചർച്ചയും തർക്കവും സംസാരവും വന്നു. അതോടെ കമ്പ്യൂട്ടറിൽ അതാരാണ് എന്ന് പരിശോധിക്കാൻ ഗേറ്റ് തയ്യാറായി. പിടികിട്ട പുള്ളികളായ FBI മോസ്റ്റ് വാണ്ടഡ് മോഷ്ടാക്കളുടെ ലിസ്റ്റ് ഗേറ്റ്സ് എടുക്കുകയാണ്. അതിൽ ആദ്യ സ്ഥാനം ഉണ്ടായിരുന്നത് വൈസലസ് ഡ്രം എന്നു പേരുള്ള ഒരു വ്യക്തിക്കായിരുന്നു. നിരവധി മോഷണങ്ങൾ അയാൾ വിദഗ്ധമായി നടത്തിയിട്ടുണ്ട്. 20ഓളം വരുന്ന ആളുകളെ ഈ മോഷണ ശ്രമത്തിനിടയിൽ കൊന്നിട്ടുമുണ്ട്. രണ്ടാമത്തെയാൾ നിക് നെയ്ലോൺ ആണ്. മൂന്നാമത്തത് അലക്സിസ് ബ്ലാക്ക്. ആ 3 മോഷ്ടാക്കളുടെ ഫോട്ടോയോ മറ്റു വിവരങ്ങളോ ഒന്നും ലഭ്യമല്ല. പക്ഷേ FBI റഡാറിൽ അവർ എപ്പോഴുമുണ്ട്. പരിശോധന മുമ്പോട്ട് പോയി. ഡാരിയനും വൈൻസ്റ്റീനും 15ാം സ്ഥാനത്താണുള്ളത്. ഗേറ്റ്സ് പിന്നീട് അവരിലേക്ക് വന്നു ചേർന്ന വ്യക്തിയാണ്. ഗേറ്റ്സിന്റെ സ്ഥാനം 68 ആയിരുന്നു. പക്ഷേ ഡിജിറ്റൽ ഫ്രൂട്ട്സിൽ ഗേറ്റിന് 4ാം സ്ഥാനമുണ്ട്. പക്ഷേ ഇതേ സമയം ബില്ലിയും വൈറ്റുമാകട്ടെ 674ാം സ്ഥാനത്താണുള്ളത്. അവർ തമ്മിൽ ഇങ്ങനെ ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് ഡേരിയാൻ ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വൈൻസ്റ്റീനോട് ബാത്റൂമിൽ പോവേണ്ട ആളുകളെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകാൻ ഡേരിയാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ട്രിപ്പും ഗേറ്റിനും വാഷ്റൂമിലേക്ക് പോകുന്ന ഊഴമെത്തി. അങ്ങനെ പോകുമ്പോ ട്രിപ്പ് അവിടെ നിന്നും ഒരു നൈറ്റ് വിഷൻ കണ്ടെത്തുകയാണ്. രാത്രിയിൽ കാണാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു ഉപകരണമാണത്. ട്രിപ്പ് അതെടുത്ത് വെച്ചു നോക്കി. അടുത്ത ഊഴം മിസ്റ്റർ ക്ലീന്റെയും മിച്ചിന്റേതും
പലതുമായിരുന്നു. മിച്ചിന് മൊത്തത്തിൽ വയറിനൊരു സുഖക്കേടുണ്ടായിരുന്നു. ബാങ്കിന്റെ വിവരം ചോർത്തിയതിന് താൻ ജയിലിൽ പോകുമോ എന്ന ഭയം അയാളെ വല്ലാതാക്കി കഴിഞ്ഞു. മിച്ചിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതും വെയിൻസ്റ്റീൻ മിച്ചിനെ ബാങ്കിലെ കിച്ചൺ ഏരിയയിലേക്ക് കൊണ്ടുപോയി. അവിടെയാണ് മരുന്നുകളൊക്കെ സൂക്ഷിക്കാറുള്ളത്. ഇതേസമയം മറുവശത്ത് ബില്ലിയും വൈറ്റും ATMൽ ബോംബ് വെക്കാൻ അവർക്കൊരു വോളണ്ടിയറിനെ വേണം എന്ന് പറഞ്ഞ് ബന്ദികളുടെ മുമ്പിലേക്ക് എത്തി. ട്രിപ്പ് അവസരം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. കൊല്ലപ്പെട്ട് കിടക്കുന്ന വ്യക്തിയുടെ ശരീരം കൂടുതലായി അവനൊന്ന് പരിശോധിക്കണമായിരുന്നു. അയാൾ ആരെന്ന് മനസ്സിലാക്കണമായിരുന്നു. ട്രിപ്പ് അങ്ങനെ പോയി ബോംബ് സെറ്റ് ചെയ്തു. ബില്ലി ഡെറ്റനേറ്റർ അമർത്തിയപ്പോൾ ബോംബ് പൊട്ടുന്നില്ല. ഈ അവസരം മുതലെടുത്ത് അവിടെ താഴെ കിടക്കുകയായിരുന്ന ട്രിപ്പ് പതിയെ നീങ്ങി കൊല്ലപ്പെട്ട് കിടന്ന ജാക്ക് എന്ന വ്യക്തിയുടെ അടുത്തെത്തി. ജാക്കിന്റെ ബോഡി പരിശോധിച്ചപ്പോ അതിൽ നിന്നും ട്രിപ്പിനൊരു തോക്ക് കിട്ടി. ട്രിപ്പിന്റെ കയ്യിൽ തോക്ക് കണ്ടതും മോഷ്ടാക്കൾ ഒന്ന് ഞെട്ടിഭയന്ന് ട്രിപ്പിന് നേരെ തോക്ക് ചൂണ്ടിയിരുന്നു. ഗേറ്റും ഡാരിയനും കൂടി അങ്ങോട്ടേക്ക് എത്തി. ട്രിപ്പാകട്ടെ ആ തോക്ക് അവർക്ക് കൈമാറിക്കൊണ്ട് ഇയാളുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയതാണ് എന്ന കാര്യം അറിയിച്ചു. ഡാരിയൻ ആ തോക്ക് പരിശോധിച്ചു. ആ തോക്ക് FBI ഇഷ്യൂ ചെയ്തൊരു തോക്കായിരുന്നു. അതായത് പോലീസിന്റെ തോക്കാണ്. അതോടെ ട്രിപ്പിനൊരു കാര്യം മനസ്സിലായി. ഇവിടെ മോഷണം നടക്കാൻ പോകുന്നു എന്ന് FBIക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ടാകണം നിരീക്ഷണത്തിന് ജാക്ക് അങ്ങോട്ടേക്ക് വന്നിരുന്നത്. ജാക്കിന് വെടിയേറ്റ സമയത്ത് കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന് ട്രിപ്പ് ആലോചിച്ചു നോക്കാൻ തുടങ്ങി. ട്രിപ്പിന്റെ ഷാർപ്പ് മെമ്മറിയിൽ ഓരോന്നും തെളിഞ്ഞു വന്നു. മോഷണം നടക്കുമ്പോൾ ഡാരിയനും ഗേറ്റും ബില്ലിയും വൈറ്റും പരസ്പരം തോക്ക് ചൂണ്ടി നിൽക്കുകയായിരുന്നു. അതിനുള്ളിൽ ഒന്നുമായിരുന്നില്ല ജാക്ക് നിന്നിരുന്നതും. മുകളിൽ നിന്നാണ് ജാക്കിനെ കൊന്ന ബുള്ളറ്റും വന്നിരിക്കുന്നത്, 2ാം നിലയിൽ നിന്ന്. അതിനർത്ഥം ആ സമയം മുകളിലുണ്ടായിരുന്ന വെയിൻസ്റ്റീൻ ആയിരിക്കും ഒരുപക്ഷെ ജാക്കിനെ വെടിവെച്ചിട്ടുണ്ടാവുക. ട്രിപ്പ് തന്റെ വിലയിരുത്തൽ നടത്തി. ഈ സമയം പെട്ടെന്നാണ് ATMൽ വെച്ച ബോംബ് പൊട്ടിത്തെറിക്കുന്നത്. ട്രിഗർ ഡിലേ ആയതായിരുന്നു ബോംബ് പൊട്ടാൻ വൈകിയതിന് കാരണം. പക്ഷേ നിർഭാഗ്യവശാൽ ആ സ്ഫോടനത്തിൽ ATMലെ പണം മുഴുവൻ നാശകോശമായി പോയി. അവർ പിന്നാലെ ജാക്കിനെ വെയിൻസ്റ്റീൻ എന്തിന് വെടിയുതിർത്തു എന്ന കാര്യമറിയാൻ വെയിൻസ്റ്റീനെ തിരയാൻ തുടങ്ങി. കിച്ചണിലേക്ക് മിച്ചുമായി വെയിൻസ്റ്റീൻ പോയിരുന്നല്ലോ. അവരെങ്ങനെ കിച്ചണിലെത്തി? അവിടെ എത്തിയപ്പോൾ കണ്ടത് വെയിൻസ്റ്റീനും മിച്ചും കൊല്ലപ്പെട്ട് കിടക്കുന്നതായിരുന്നു. പരസ്പരം വെടിവെച്ച് മരിച്ച രീതിയിലായിരുന്നു ഇരുവരും കാണപ്പെട്ടിരുന്നത്. ട്രിപ്പും ഗേറ്റിനും ഡാരിയനും ഒപ്പം കിച്ചണിലേക്ക് ചെന്നിരുന്നു. ആ കാഴ്ച കണ്ടതോടെ ഡാരിയനും ഗേറ്റും കുറച്ച് പരിഭ്രാന്തിയിലാവുന്നുണ്ട്. അവർ ബഹളം കൂട്ടി ആ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഈ സമയം വെയിൻസ്റ്റീന്റെ വായിൽ നിന്നും ഒരു ക്ലിക്കർ ട്രിപ്പ് കണ്ടെത്തുന്നുണ്ട്. ബിൽഡിങ്ങിലേക്ക് കടക്കാനും പുറത്തേക്കിറങ്ങാനും മോഷ്ടാക്കൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിരുന്നു അത്. എല്ലാം കൊണ്ടും ഡാരിയന് മതിയായിരുന്നു. ഇനിയും അവിടെ തുടരാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ഡാരിയൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ തീരുമാനിച്ചു. എല്ലാം ബെയിലിനെ ഏൽപ്പിച്ച് അവിടെ നിന്ന് പോവാനായിരുന്നു ഡാരിയന്റെ പദ്ധതി. പക്ഷേ ക്ലിക്കർ അവരുടെ അടുത്തില്ല. എങ്ങനെ പുറത്തേക്ക് കടക്കും എന്ന് ഡാരിയൻ ഒരു പിടുത്തം കിട്ടുന്നുണ്ടായിരുന്നില്ല. അയാൾ ഫ്രസ്ട്രേറ്റഡ് ആയി. ഒടുവിൽ വസ്തുക്കളും എടുത്ത് ബാങ്കിന്റെ ഒരു വാൾ വെൽഡ് ചെയ്ത് ഓപ്പണാക്കി അത് തകർത്ത് പുറത്തു കടന്നു പോവാൻ ഡാരിയൻ തീരുമാനിച്ചു. അങ്ങനെ അതിനു പറ്റിയ ഒരു ഭിത്തിയുടെ അടുത്ത് ഡാരിയൻ എത്തി. പിന്നാലെ വെൽഡ് ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചതും ആ ഡിവൈസ് പെട്ടെന്ന് സ്ഫോടനത്തിനിരയായി. പൊട്ടിത്തെറിയിൽ ഡാരിയൻ കൊല്ലപ്പെട്ടു. എല്ലാവരുടെയും മുമ്പിലേക്കായിരുന്നു ഡാരിയന്റെ മൃതദേഹം വന്നു വീണതും. ഏവരും അത് കണ്ട് ഒന്ന് ഞെട്ടുന്നുണ്ട്. പൂർണ്ണമായും തനിച്ചായ ഗേറ്റ് അതോടെ മോഷ്ടാക്കളായ ബില്ലിയുടെയും വൈറ്റിന്റെയും കൂടെ ചേരാൻ തീരുമാനിക്കുകയാണ്. അവരോട് ബന്ദികളെ വീണ്ടും മാനേജറുടെ റൂമിലടയ്ക്കാൻ ഗേറ്റ് പറഞ്ഞു. പിന്നാലെ ചെന്ന് സേഫ് ഓപ്പൺ ചെയ്യാനുള്ള പണികൾ നോക്കാൻ ആരംഭിച്ചു. പക്ഷേ കമ്പ്യൂട്ടർ മുഖേന തുറക്കാവുന്നതത്രയും തുറന്നു കഴിഞ്ഞു. ഇനി തുറക്കണമെങ്കിൽ വെൽഡ് ചെയ്യണം, വലിയ രീതിയിൽ ഡ്രില്ല് ചെയ്യണം. അതിന്റെ ഉപകരണങ്ങളും നശിച്ചിരിക്കുന്നു. അതോടെ ബില്ലിയുടെയും വൈറ്റിന്റെയും സ്ഫോടക വസ്തുക്കൾ സേഫ് തുറക്കാൻ ഉപയോഗിക്കാൻ അവർ തീരുമാനിക്കുകയാണ്. ഇതേസമയം മറുവശത്ത് ട്രിപ്പാകട്ടെ വെന്റിലേഷനിലൂടെ എങ്ങനെയെങ്കിലും പുറത്തു കടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ശ്രമത്തിനിടയിൽ അവൻ വൈറ്റിന്റെ മുമ്പിൽ ചെന്നുപെട്ടു. വൈറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ട്രിപ്പ് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ 2ാമത് വെച്ച ബോംബുണ്ടല്ലോ, അത് ഡിലേ ആവാൻ കാരണം ആരോ മനഃപൂർവ്വം അതിൽ മാറ്റം വരുത്തിയത് കൊണ്ടാണ്. ട്രിപ്പ് പറഞ്ഞു, നിങ്ങളെ കൊല്ലാൻ ആരോ പദ്ധതി ഇട്ടിരുന്നു. കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ പറ്റും. ശരിക്കും നിങ്ങൾ എങ്ങനെയാ ഇന്നിവിടെ എത്തിച്ചേർന്നത്? ട്രിപ്പിന്റെ ചോദ്യത്തിന് ഒന്ന് ചിന്തിച്ചിട്ടാണെങ്കിലും വൈറ്റ് മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ബാങ്കിൽ കടന്നു കയറാനുള്ള ടിപ്പ് തന്നത് FBIയുടെ മോസ്റ്റ് വാണ്ടഡ് റോബറായ വൈസലസ് ഡ്രം ആണ്. അയാളാണ് എപ്പോഴാണ് ബാങ്കിംഗ് സിസ്റ്റം കൃത്യമായി ഷട്ട് ഡൗൺ ആകുന്നത്
എന്ന വിവരം ഞങ്ങൾക്ക് കൈമാറിയത്. അത് കേട്ടതും ട്രിപ്പ് പറഞ്ഞു, വൈസ്ലസ് ഡ്രം നിങ്ങളെ ചതിച്ച് കൊടുക്കാൻ നോക്കുകയായിരുന്നു. അയാൾ ഇവിടെ മോഷണം നടത്തും, അതിന്റെ പഴി നിങ്ങളുടെ തലയിൽ വീഴുകയും ചെയ്യും. ആരാണ് വൈസ്ലസ് ഡ്രം എന്നറിയാമോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു വൈറ്റിന്റെ മറുപടി. ഇതേസമയം ബന്ദികളുടെ മുറിയിൽ മാനേജർ ഗോർഡൻ കെയ്റ്റ്ലിനുമായി സംസാരിക്കുകയായിരുന്നു. ബാങ്ക് എംപ്ലോയി റെക്സിന് റോബേഴ്സുമായി ബന്ധമുണ്ടോ എന്ന സംശയം മാനേജർ കെയ്റ്റ്ലിനോട് സൂചിപ്പിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സേഫ് അവൻ മെഷർ ചെയ്യുന്നത് താൻ ശ്രദ്ധിച്ചിരുന്നു എന്നും മാനേജർ പറഞ്ഞു. പിന്നാലെ പെട്ടെന്ന് ഗോർഡൻ കുഴഞ്ഞു വീണു. ഗോർഡന് ഡയബറ്റീസ് ഉണ്ടായിരുന്നു. കൃത്യമായി ഇൻസുലിൻ എടുക്കാത്തതുകൊണ്ടായിരുന്നു അയാൾ കുഴഞ്ഞു വീണത്. എല്ലാവരും ഉടനടി ഇൻസുലിൻ അന്വേഷിക്കാൻ ആരംഭിച്ചു. ഒടുവിൽ ഗോർഡന് ഇൻസുലിൻ കിട്ടിയപ്പോഴായിരുന്നു അയാൾക്ക് ആശ്വാസമായത്. അയാൾ എഴുന്നേറ്റ് വന്നു. ഇതിനിടയിൽ വൈറ്റിന്റെ പക്കൽ നിന്ന് വൈറ്റിനോട് സംസാരിക്കുന്നതിനിടയിൽ ട്രിപ്പ് അയാളുടെ തോക്ക് കൈവശപ്പെടുത്തിയിരുന്നു. തോക്കുമായി മോഷ്ടാക്കളുടെ മുമ്പിലേക്ക് വന്ന അവൻ ആ തോക്ക് ചൂണ്ടി മോഷ്ടാക്കളെ ഭയപ്പെടുത്താൻ തുടങ്ങി. തോക്ക് ചൂണ്ടി ഗേറ്റ്സിനടുക്കൽ ഗേറ്റ്സിന് ആരാണ് മോഷണത്തിന് ഈ സമയം പറഞ്ഞു തന്നത് എന്ന് ട്രിപ്പ് ചോദിച്ചു. തങ്ങൾക്ക് ഈ വിവരം തന്നത് വൈസ്ലസ് ഡ്രമ്മാണ് എന്നായിരുന്നു ഗേറ്റിന്റെ മറുപടി. പിന്നാലെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി. വൈസ്ലസ് ഡ്രം അവരെല്ലാവരെയും കൊടുക്കുകയായിരുന്നു. വൈസ്ലസ് ഡ്രം ആരാണ് എന്നവർക്കൊന്നും അറിയുകയുമില്ല. മോഷ്ടാക്കൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വ്യക്തമായതോടെ ട്രിപ്പ് തോക്ക് അവർക്ക് കൈമാറി. പിന്നാലെ വെയിൻസ്റ്റീനിൽ നിന്ന് കിട്ടിയിരുന്ന ക്ലിക്കർ ഗേറ്റിന് കൈമാറുകയും ചെയ്തു. ഈ സമയമാണ് ഞെട്ടലോടെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ടെല്ലർ കൊല്ലപ്പെട്ട വിവരം ബന്ദികൾ അറിയുന്നത്. അവളുടെ ശരീരം പരിശോധിച്ചപ്പോ അവർക്ക് ഒരു കുറിപ്പ് കിട്ടി. ആ കുറിപ്പിൽ നിന്നും അവൾ മറ്റൊരു ബാങ്കിലെ എംപ്ലോയി ആയിരുന്നെന്നും വൈസ്ലസ് ഡ്രമ്മിന്റെ നിർദ്ദേശപ്രകാരമാണ് അന്ന് ആ ബാങ്കിലേക്ക് എത്തിയിരുന്നത് എന്നും അവർ മനസ്സിലാക്കി. വൈസ്ലസ് ഡ്രമ്മാണ് ഈ നടക്കുന്ന മോഷണ സംഗതികളുടെ മുഴുവൻ പിന്നിൽ എന്നതോടെ അവരൊക്കെ മനസ്സിലാക്കുകയാണ്. ട്രിപ്പ് പിന്നാലെ പറഞ്ഞു, വൈസ്ലസ് ഡ്രം ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. ഈ ബാങ്കിനകത്ത് അയാളുണ്ട്. ബന്ദികളുടെ കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ തന്നിലേക്ക് കണക്ട് ചെയ്യുന്ന വ്യക്തികളെയൊക്കെ അയാൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ കണ്ടെത്തൽ ട്രിപ്പ് എല്ലാവരോടുമായി വിശദീകരിച്ചു. പിന്നാലെ പറഞ്ഞു, നേരത്തെ കൊല്ലപ്പെട്ട FBI ഏജന്റ് ജാക്കുണ്ടല്ലോ, അയാൾ ഒരുപക്ഷെ വർഷങ്ങളായി വൈസ്ലസ് ഡ്രമ്മിന്റെ പിന്നിലുണ്ടായിരുന്നിരിക്കണം. വൈസ്ലസ് ഡ്രമ്മിനെ ഫോളോ ചെയ്താവണം അയാൾ ഈ ബാങ്കിലും എത്തിയത്. അത് മനസ്സിലാക്കി വൈസ്ലസ് ഡ്രം തന്നെയാവും ചിലപ്പോൾ ജാക്കിനെ കൊന്നതും. നേരത്തെ ഞാൻ ചിന്തിച്ച പോലെ അത് വെയിൻസ്റ്റീൻ ആവണമെന്നില്ല. മിച്ച ടെക്നിക്കൽ സൈഡിൽ ഹാക്കിങ്ങിലും മറ്റുമായി വൈസ്ലസ് ഡ്രമ്മിനെ സഹായിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട ആ സ്ത്രീയാകട്ടെ മറ്റൊരു ബാങ്കിലെ എംപ്ലോയി ആയിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കാൻ അവർ വൈസ്ലസ് ഡ്രമ്മിനെ സഹായിച്ചിട്ടുണ്ടാകണം. വൈസ്ലസ് ഡ്രമ്മിനെ അവർക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അവരെ വൈസ്ലസ് ഡ്രം വകവരുത്തിയത്. മാത്രമല്ല വൈസ്ലസ് ഡ്രമ്മുമായി നേരിട്ട് കണക്ഷൻ ഇല്ലെങ്കിലും വൈസ്ലസ് ഡ്രമ്മിന്റെ നിർദ്ദേശത്തിൽ 2 മോഷണ സംഘവും മുമ്പ് മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് അവർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളതും. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ വൈസ്ലസ് ഡ്രം ഈ ബാങ്കിനകത്തു തന്നെയുണ്ട്. ഒരുപക്ഷെ വൈസ്ലസ് ഡ്രം ആയിരിക്കാം വെയിൻസ്റ്റീനോട് ജാക്കിനെ വെടിവെച്ചു കൊല്ലാൻ പറഞ്ഞത്. മിച്ചിനെയും വെയിൻസ്റ്റീനെയും പിന്നെ കൊന്ന് അവർ പരസ്പരം വെടിവെച്ചു മരിച്ചതുപോലെ ആക്കി തീർത്തതും അയാളുടെ തന്ത്രമായിരിക്കാം. ഡാരിയനെ കൊല്ലാൻ വേണ്ടി അവന്റെ മെഷീനിൽ സ്ഫോടക വസ്തു പിടിപ്പിച്ചതും ഇതേ വൈസ്ലസ് ഡ്രം ആവാം. മറ്റുള്ളവരെയും കൊല്ലാൻ വൈസ്ലസ് ഡ്രം എന്തായാലും പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. സാക്ഷികളൊന്നുമില്ലാതെ രക്ഷപ്പെടാനായിരിക്കും അയാളുടെ പദ്ധതി. വൈസ്ലസ് ഡ്രം ഒരുപക്ഷെ വെയിൻസ്റ്റീനിൽ നിന്ന് ക്ലിക്കർ മേടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചിരിക്കണം. വൈൻസ്റ്റീൻ അത് തടഞ്ഞപ്പോഴാകണം വൈൻസ്റ്റീനെയും കൊലപ്പെടുത്തിയത്. പക്ഷേ ട്രിപ്പിന്റെ ഈ പറച്ചിലൊന്നും ഗേറ്റ് ചെവികൊണ്ടില്ല. ഗേറ്റ് സ്ഫോടനം നടത്തി സേഫ് തുറന്നു. സേഫിനകത്ത് നിറച്ചും പണമുണ്ടായിരുന്നു. ബില്ലിയും ഗേറ്റും വൈറ്റും കൂടി ലോക്കർ റൂമിന്റെ അകത്തേക്ക് കടന്നു. പിന്നാലെ അവർ ബാഗിലേക്ക് പണം നിറയ്ക്കാൻ ആരംഭിച്ചു. ഇതിനിടയിൽ വിദഗ്ധമായി ബന്ദികൾ മോഷ്ടാക്കളുടെ ആയുധങ്ങൾ കൈവശപ്പെടുത്തിയിരുന്നു. അവർ പക്ഷേ അതുപയോഗിച്ച് മോഷ്ടാക്കളെ ആക്രമിക്കുകയായിരുന്നില്ല ചെയ്തത്. സുരക്ഷയ്ക്കായി കയ്യിൽ വെച്ചു. വൈസ്ലസ് ഡ്രമ്മിന്റെ കൈകൊണ്ട് തങ്ങൾ കൊല്ലപ്പെടുമോ എന്നവർ ഭയപ്പെട്ടിരുന്നു. ആ സമയം ട്രിപ്പ് പറഞ്ഞു, നമുക്കാർക്കും അങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കില്ല. വൈസ്ലസ് ഡ്രം ക്ലിക്കറിന്റെ ബാറ്ററി എവിടെ ഒളിപ്പിച്ചിട്ടുണ്ട്. പെട്ടെന്നായിരുന്നു അത് നടന്നത്. കെയ്റ്റ്ലിൻ തോക്കെടുത്ത് ട്രിപ്പിന്റെ നേരെ നീട്ടി. ട്രിപ്പാണ് വൈസ്ലസ് ഡ്രം. നിന്റെ പേരിൽ ആദ്യം തൊട്ടേ സംശയമുണ്ടായിരുന്നു എന്ന മട്ടിൽ അവൾ ആരോപണം ഉന്നയിച്ചു. എല്ലാവരും തന്നെ അവളുടെ കൂടെ കൂടി. ട്രിപ്പിന്റെ പെരുമാറ്റത്തിൽ ആദ്യം മുതലേ അവർക്കൊക്കെ സംശയമുണ്ടായിരുന്നു. ട്രിപ്പാണ് വൈസ്ലസ് ഡ്രം എന്നവരൊക്കെ പറയാൻ തുടങ്ങി. ഒരു തരത്തിൽ ട്രിപ്പ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. 2ാം നിലയിലേക്ക് എത്തി. ഇതിനിടയിൽ ട്രിപ്പിന്റെ കയ്യിൽ വെടികൊണ്ടിരുന്നു. ഒരു തരത്തിൽ വെടിയേറ്റെടുത്ത് ടേപ്പ് വെച്ച് ചുറ്റി വരുന്ന ശേഷം അവിടുത്തെ മെയിൻ സ്വിച്ച്
വിചാരിച്ച് ട്രിപ്പ് അങ്ങ് ഓഫ് ചെയ്തു. ആ ഇരുട്ടിൽ അവിടെ ഉണ്ടായിരുന്ന വൈസലസ്ട്രം തന്റെ നൈറ്റ് വിഷൻ ധരിച്ച് മിസ്റ്റർ ക്ലീനെയും ഗേറ്റ്സിനെയും വെടിവെച്ചങ്ങ് കൊന്നു. അവിടെ മൊത്തത്തിൽ വല്ലാത്തൊരു പാനിക് സിറ്റുവേഷൻ ഉടലെടുത്തിരുന്നു. ഒടുവിൽ കേറ്റ്ലിനായിരുന്നു ഒരു തരത്തിൽ മെയിൻ സ്വിച്ച് ഓണാക്കിയത്. ട്രിപ്പ് മനഃപൂർവ്വമായിരുന്നു മെയിൻ സ്വിച്ച് ഓഫാക്കിയത്. കാരണം വൈസലസ്ട്രം നൈറ്റ് വിഷൻ എടുക്കാൻ ബാത്റൂമിലെത്തുമെന്നും അതുപയോഗിച്ച് കൊലപാതകം നടത്തും എന്നും ട്രിപ്പ് മുൻകൂട്ടി കണ്ടിരുന്നു. ട്രിപ്പ് വിചാരിച്ച പോലെ തന്നെയായിരുന്നു നടന്നത്. വൈസലസ്ട്രം നൈറ്റ് വിഷൻ എടുക്കാൻ ബാത്റൂമിൽ കയറിയിരുന്നു. അത് മറ്റാരുമല്ല, ആ ബാങ്കിന്റെ മാനേജറായ ഗോർഡനാണ് എന്ന് ട്രിപ്പ് മനസ്സിലാക്കി. ബാങ്കിന്റെ മാനേജർ എന്നത് വൈസലസ്ട്രമിന്റെ ഒരു മുഖംമൂടി മാത്രമായിരുന്നു. പ്രായമായതുകൊണ്ട് അയാളെ ആരും സംശയിക്കുകയുമില്ല. വൈകാതെ ഗോർഡൻ ചുറ്റി വളയപ്പെട്ടു. എല്ലാവരും അയാൾക്ക് നേരെ തോക്ക് ചൂണ്ടി നിന്നു. അതോടെ ഗോർഡൻ എല്ലാവർക്കും $2 മില്യൺ പ്രതിഫലമായി നൽകാമെന്ന് പറയുകയാണ്. എല്ലാവരും അതുമായി രക്ഷപ്പെട്ടു പൊക്കോളൂ, പ്രശ്നമൊന്നും വരില്ല എന്നും അയാൾ പറഞ്ഞെങ്കിലും കേറ്റ്ലിൻ അതിന് സമ്മതിച്ചില്ല. വൈസലസ്ട്രം അഥവാ ബാങ്ക് മാനേജർ വെടിയുതിർക്കുമെന്ന് മനസ്സിലായതോടെ ഏവരും ചേർന്ന് അയാളെ വെടിവെച്ചു കൊന്നു. പിന്നാലെ ക്ലിക്കറും അതിന്റെ ബാറ്ററിയും കിട്ടി. ട്രിപ്പ് അതെടുത്ത് ബില്ലിക്കും വൈറ്റിനും കൈമാറി. അവർ പണം നിറച്ച ബാഗ് എടുത്ത് രക്ഷപ്പെട്ടു പോവാൻ ആരംഭിച്ചു. ബാങ്കിലെ പണം ഇൻഷുർഡ് ആണല്ലോ, അതുകൊണ്ട് ആ മോഷ്ടാക്കൾ പണം കൊണ്ടുപോകുന്നത് തടയാൻ കേറ്റ്ലിനും മറ്റാരും തന്നെ ശ്രമിച്ചില്ല. അടുത്ത ദിവസം പുലർച്ചെയോടെ ആംബുലൻസും പത്രപ്രവർത്തകരും പോലീസുമൊക്കെ എത്തി. അവിടെ ഉണ്ടായിരുന്ന ട്രിപ്പ് നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. ബില്ലിയും വൈറ്റുമാണ് മോഷ്ടിച്ച പണം മുഴുവൻ കൊണ്ടുപോയത് എന്ന് അവരോടായി പറഞ്ഞു. ഇതേസമയം മറുവശത്ത് കേറ്റ്ലിനാകട്ടെ തന്റെ ഫിയാൻസിയെ മീറ്റ് ചെയ്യാൻ ബ്രൂണോയിലേക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കുകയായിരുന്നു. ബാങ്കിനകത്തുണ്ടായിരുന്ന അവളുടെ ഗിഫ്റ്റ് ബോക്സുകൾ കാറിലേക്ക് വെക്കാൻ പോലീസുകാർ തന്നെ അവളെ സഹായിച്ചു. അവളുടെ കാറിലേക്ക് ആ സമയം ട്രിപ്പും കയറിയിരുന്നു. ട്രിപ്പ് കേറ്റ്ലിനോട് സംസാരിച്ചു. അവളുടെ ആ വെഡ്ഡിംഗ് ഗിഫ്റ്റ് ബോക്സ് നിറയെ ഇപ്പോൾ ഗിഫ്റ്റ് അല്ല, മറിച്ച് ബാങ്കിലെ പണമല്ലേ എന്നവൻ ചോദിച്ചു. സംഭവം എന്തെന്നാൽ ആദ്യം മുതലേ കേറ്റ്ലിൻ ആ ബാങ്കിൽ മോഷണം നടത്താൻ തീരുമാനിച്ചിരുന്നു. അതിനുവേണ്ടിയായിരുന്നു ആ ഗിഫ്റ്റ് ബോക്സ് ഒക്കെയായി വന്നിരുന്നത്. കുറച്ചുനാളായി ടെല്ലറായി ജോലി നോക്കി ബാങ്കിൽ മോഷണം നടത്തി മുങ്ങാനായിരുന്നു അവളുടെ പദ്ധതി. അന്നായിരുന്നു അവൾ അതിനായി തീരുമാനിച്ച ദിവസവും. ബ്രൂണോയിലുള്ള വ്യക്തിയെ വിവാഹം കഴിക്കുന്നു എന്നതൊക്കെ അവളുടെ എസ്കേപ്പ് പ്ലാനിന്റെ ഭാഗമായിരുന്നു. ആദ്യത്തിൽ സെക്യൂരിറ്റി സിസ്റ്റം ഡൗൺ ആവുന്ന സമയത്ത് കുറച്ച് പണം കൈക്കലാക്കി ഗിഫ്റ്റ് ബോക്സിൽ നിറച്ച് രക്ഷപ്പെടാം എന്നായിരുന്നു അവൾ കരുതിയിരുന്നത്. പക്ഷേ പുറകെ വന്ന മോഷ്ടാക്കളും മറ്റും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി മാറ്റി. ഒടുവിൽ ഒന്നും കിട്ടില്ല എന്ന അവസരത്തിലാണ് ട്രിപ്പ് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നത്. വിദഗ്ധമായി തന്റെ കൗണ്ടറിനകത്തേക്ക് ചാടിക്കടന്ന അവൾ മോഷ്ടാക്കളുടെ ബാഗിലെ പണമെടുത്ത് തന്റെ ബോക്സുകളിൽ നിറച്ചു. അവിടെ ഉണ്ടായിരുന്ന മാഗസിൻസ് ഒക്കെയായിരുന്നു മോഷ്ടാക്കളുടെ ബാഗിലേക്ക് അവൾ പകരം വെച്ചത്. നിലവിലിപ്പോൾ പണമൊക്കെ ഉള്ളത് കേറ്റ്ലിന്റെ ഗിഫ്റ്റ് ബോക്സിനകത്താണ്. അവളുടെ സ്മാർട്ട്നെസ് ഒക്കെ മനസ്സിലാക്കി അവളെ അപ്രിഷ്യേറ്റ് ചെയ്ത ട്രിപ്പ് ആദ്യ കാഴ്ചയിൽ തന്നെ തനിക്ക് അവളോട് താല്പര്യം തോന്നിയ കാര്യമൊക്കെ അറിയിച്ചു. നമുക്കൊരു ടീമായി അടുത്ത ബാങ്ക് മോഷണവുമായി മുമ്പോട്ട് പോയാലോ എന്നവൻ ചോദിച്ചു. നമ്മൾ മികച്ച ഒരു ഡ്യുവോ ആവും എന്നും അവൻ പറഞ്ഞിരുന്നു. കേറ്റ്ലിനും അത് നന്നായി തോന്നി. ട്രിപ്പിനോട് കേറ്റ്ലിനും ഒരു താല്പര്യമുണ്ടായിരുന്നു. പിന്നാലെ താൻ ശരിക്കും ആരാണ് എന്ന യാഥാർത്ഥ്യം കേറ്റ്ലിൻ വെളിപ്പെടുത്തി. താനാണ് FBI മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ 3-മതുള്ള ആ മോഷ്ടാവ് അലക്സിസ് ബ്ലാക്ക്. ട്രിപ്പ് പറഞ്ഞില്ല, എങ്കിലും സൂചനകളിൽ വ്യക്തമായിരുന്നു. ട്രിപ്പാണ് FBI മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള 2-മത്തെ മോഷ്ടാവെന്ന്. മിക് നെയ്ലോൺ എന്ന അവരുടെ കാർ മുമ്പോട്ട് സഞ്ചരിക്കുന്ന ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.